സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ആശ്വസിക്കാറായിട്ടില്ലെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. പവന് 160 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. 15,010 രൂപയാണ് ഗ്രാം വില. സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പവന് 1,20,240 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം നടന്നത്. ഗ്രാമിന് 15,030 രൂപയായിരുന്നു വില. എന്നാൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ആശ്വസിക്കാറായിട്ടില്ലെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. പവന് 160 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് 1,20,080 രൂപയാണ് വില. ഗ്രാമിന് 15,010 രൂപയാണ് ഇന്ന് നൽകേണ്ടത്. വിപണി വിലയോടൊപ്പം 3% GSTയും പണിക്കൂലിയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില വീണ്ടും കൂടും. സ്വർണ്ണത്തോടൊപ്പം വെള്ളി വിലയും മാറുന്നുണ്ട്. ഗ്രാമിന് 275.1 രൂപയും കിലോയ്ക്ക് 2,75,100 രൂപയുമാണ് വില. വെറും 4 ദിവസം കൊണ്ട് 6,000 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ നിർണായകമാകുന്നത്. US സർക്കാരിന്റെ കടം $40 ട്രില്യൺ ഭേദിച്ചതോടെ സർക്കാരിന്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്ക് കുതിച്ചുയർന്നിരുന്നു. കടപ്പത്ര വില ഇടിഞ്ഞതും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് തിരിച്ചടിയായി. US ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞതോടെ ഡോളറിന്റെ തളർച്ച മുതലെടുത്ത് സ്വർണം കുതിച്ചു. ഇതോടെയാണ് കേരളത്തിലും സ്വർണ്ണവില മുന്നേറുന്നത്. 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് സ്വർണം എത്തി നിൽക്കുന്നത്. 2025 ഡിസംബർ 23-നാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1,00,000 രൂപ കടന്നത്. 1,01,600 രൂപയായിരുന്നു അന്നത്തെ വില. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണത്തിന്റെ സർവ്വകാല റെക്കോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുറഞ്ഞെങ്കിലും പിന്നീട് 1,00,000-ന് താഴേക്ക് എത്തിയിട്ടില്ല. ഫെബ്രുവരി 28-ലെ 1,23,720 രൂപ, മാർച്ച് 1-ന് രേഖപ്പെടുത്തിയ 1,26,920, ഏപ്രിൽ 18-ലെ 1,14,240, മെയ് 13-ലെ 1,23,120 രൂപ, ജൂൺ 1-ലെ 1,14,560 രൂപ, ഓഗസ്റ്റ് 24-ലെ 1,20,240 രൂപ എന്നിവയാണ് ഓരോ മാസത്തിലെയും ഏറ്റവും ഉയർന്ന നിരക്ക്. കഴിഞ്ഞ 103 ദിവസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണം കുതിക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത്. ഈ രീതിയിൽ വില മുന്നോട്ടു പോവുകയാണെങ്കിൽ 1.5 ലക്ഷത്തിലേക്ക് എത്താൻ ഇനി അധിക നാളുകളില്ല. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.